കെഎസ്ആർടിസിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ. സ്വകാര്യ ബസ് ഉൾപ്പെടുന്ന പൊതുഗതാഗത സംവിധാനം നിലനിർത്താനുള്ള പാക്കേജ് യുഡിഎഫ് സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പൊതുനിരത്തുകളിൽ 3500ഓളം കെഎസ്ആർടിസി ബസ്സുകളോടുമ്പോൾ 7500ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇൻഷുറൻസ്, ടാക്സ് എന്നിവയുടെ വർധനവും ഡീസലിൻ്റെ വിലവർധനവും പുതിയ ഗതാഗത പരിഷ്കാരങ്ങളും മൂലം സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാണ്. 50% വിദ്യാർത്ഥികളും 70% സ്ത്രീകളും യാത്രക്കാരായി തിരഞ്ഞെടുക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. സ്വകാര്യ ബസ്സുകളെ സ്ത്രീ യാത്രക്കാർ ഒഴിവാക്കിയാൽ വ്യവസായം തകർന്നടിയും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ദീർഘനാളായി ഉന്നയിക്കുന്നതാണെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാൻ കെഎസ്ആർടിസിയിൽ എന്തുകൊണ്ട് നടപ്പാവുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ പറഞ്ഞു. യുഡിഎഫ് ഗവൺമെൻറ് അധികാരമേൽക്കാൻ പോവുകയാണ്. അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയെ തകർക്കാൻ ഇടവരുന്ന ഒരു നടപടിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കെഎസ്ആർടിസി കണക്ക് പ്രകാരം തന്നെ അവരുടെ ബസ്സുകളിൽ കയറുന്ന 30 ലക്ഷത്തോളം യാത്രക്കാരിൽ 19 ലക്ഷം സ്ത്രീകളാണെന്നാണ് പറയുന്നത്. കേവലം 3500 കെഎസ്ആർടിസി ബസ് മാത്രമാണ് സംസ്ഥാന സർവീസ് നടത്തുന്നത്. ഞങ്ങളുടെ 9000-ലധികം സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന 1 ലക്ഷത്തോളം വരുന്ന യാത്രക്കാരിൽ ഏതാണ്ട് 70% വിദ്യാർത്ഥികൾ, 70% സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നാളെ മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർ കയറാത്തൊരു സ്ഥിതി വരും. സംസ്ഥാനത്ത് സ്ത്രീ യാത്രക്കാർ കയറാത്ത സ്ഥിതി അവർ നേരെ കെഎസ്ആർടിസിയിലേക്ക് മാത്രമായിട്ട് മാറാനുള്ള സ്ഥിതി ഉണ്ടായാൽ ഞങ്ങൾക്ക് ബസ്സുകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. കേവലം വിദ്യാർത്ഥികൾ മാത്രമായി സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർ വിദ്യാർത്ഥികൾ മാത്രമായി മാറുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് കാര്യം പറയാനുള്ളത്, ഇവിടെ ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ സാമൂഹ്യ ബാധ്യത നിറവേറ്റിക്കൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ സർവീസ് നടത്തിയിരുന്നു. സർക്കാരിന് കഴിയാത്ത, കെഎസ്ആർടിസിക്ക് കഴിയാത്ത വലിയ സേവനമാണ് ഇവിടെ സ്വകാര്യ ബസ്സുകൾക്ക് ഇത്ര കാലം ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളെ ഒരു സുപ്രഭാതത്തിൽ ഒരു സംരംഭകർ എന്ന് പോലും കാണാതെ ഇവിടെ സംരംഭകരെ സൃഷ്ടിക്കാനായിട്ട് സർക്കാരുകൾ മാറി മാറി മത്സരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ മാതിരി ലക്ഷക്കണക്കിന് രൂപ മുതലിറക്കി ഒരു സംരംഭകൻ എന്ന നിലയിൽ ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് വന്നാൽ ഇത് പൊതുഗതാഗതത്തെയാണ് ബാധിക്കുന്നത്. ഇത് ഞങ്ങളെ സ്വകാര്യ ബസ്സിലെ ഉടമകൾക്കുപരി ഇതിന് വലിയൊരു വിഭാഗം ആളുകൾ, തൊഴിലാളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗം നടത്തുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ, ഇതിന് കൃത്യമായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളായിട്ട് കെഎസ്ആർടിസിയെ പോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളുമായിട്ട് സർവീസ് നടത്തേണ്ട ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏത് നിമിഷവും വില വർദ്ധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കെ കെഎസ്ആർടിസിയിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കും. സംരംഭകരെന്ന നിലയിൽ സ്വകാര്യ ബസ് ഉടമകളുടെ വാദം കേൾക്കാനും വ്യവസായം നിലനിർത്താനാവശ്യമായ പാക്കേജ് കൂടി പ്രഖ്യാപിക്കാനും സർക്കാർ തയ്യാറാവണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ്, വിദ്യാധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.